ഓക്കെ, നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒരു ക്വിക്ക് റീക്യാപ്പോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം. ഇൻറ്റിജർ മോഡുലോ n എന്താണെന്നാണ് നമ്മൾ പറയുന്നുണ്ടായിരുന്നത് അല്ലേ. ലെറ്റ് a and n greater than 0 be integers. The set of all integers which have the same reminders as a when divided by n is called the congruent class of a modulo n. ഇതിനെ വിളിക്കുന്ന പേര്, ഡിനോട്ട് ചെയ്യുന്ന രീതി എന്താണ്? ഒരു ക്ലോസ്ഡ് ബ്രാക്കറ്റ് എയുടെ അകത്ത് എ എഴുതും, എന്നിട്ട് എൻ പുറത്ത് എഴുതും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് കോൺക്രുവന്റ് ക്ലാസ് ഓഫ് എ മോഡുലോ എൻ. ഓക്കെ, എന്താണ് സത്യത്തിൽ അത്? ഏതൊക്കെ ഇൻറ്റിജേഴ്സ് ആണോ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എ വരുന്നത്, ആ ആൾക്കാരാണ് എവിടെ ഉണ്ടാവുക? കോൺക്രുവന്റ് ക്ലാസ് ഓഫ് എ മോഡുലോ എന്നിൽ ഉണ്ടാവുക. ഓക്കെ, സോ കളക്ഷൻ ഓഫ് ഓൾ കോൺക്രുവന്റ് ക്ലാസസ് ഓഫ് മോഡുലോ n is called the set of all integers modulo n and is denoted by zn. So അതിനകത്ത് ആരുണ്ടാവുക? നമ്മൾ n ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. n equal to 5 എടുത്താൽ z5 കിട്ടും അല്ലെ. z5ൽ ആരുണ്ടാവുക? 0 റിമൈൻഡർ വരുന്ന ആൾക്കാര്, 1 റിമൈൻഡർ വരുന്ന ആൾക്കാര്, 2 റിമൈൻഡർ വരുന്ന ആൾക്കാര്, 3 റിമൈൻഡർ വരുന്ന ആൾക്കാര്, 4 റിമൈൻഡർ വരുന്ന ആൾക്കാര് അല്ലെ. എന്ന് വെച്ചാൽ നമ്മൾ സെറ്റിനകത്തുള്ള നമ്പേഴ്സ് എടുത്ത് ആ നമ്പേഴ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ, ആരെ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? 5ന്റെ മൾട്ടിപ്പിൾസിനെല്ലാം റിമൈൻഡർ 0 ആയിരിക്കും അല്ലെ. 5n+1 ഫോർമാറ്റിലിരിക്കുന്ന ആൾക്കാരുടെ എല്ലാം റിമൈൻഡർ എന്തായിരിക്കും? 1 ആയിരിക്കും. 5n+2 ഫോർമാറ്റിലിരിക്കുന്ന ആൾക്കാരുടെ റിമൈൻഡർ എന്തായിരിക്കും? റിമൈൻഡർ 2 ആയിരിക്കും. 5n+3 ആയിട്ടുള്ള ആൾക്കാരുടെ റിമൈൻഡർ എന്തായിരിക്കും? 3 ആയിരിക്കും. 5n+4 ആയിട്ടുള്ള ആൾക്കാരുടെ റിമൈൻഡർ എന്തായിരിക്കും? 4 ആയിരിക്കും. ബാക്കിയുള്ള ആൾക്കാരുടെ റിമൈൻഡർ വീണ്ടും അടുത്ത 5n+5 ആണ് അല്ലെ. 5n+5 എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി തന്നെയാണ് മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്. ദാറ്റ് ഈസ് റിമൈൻഡർ 0 ആണ്. സോ കണ്ടിന്യൂസ്ലി ലൈക്ക് ദാറ്റ്. ഇനി നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ x കോൺഗ്രുവൻസ് ടു 4 mod n 5 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് x-4 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്. ദാറ്റ് ഈസ് ഡെഫിനിഷൻ ഓഫ് എന്താ? x കോൺഗ്രുവൻസ് ടു a mod n ന്റെ ഡെഫിനിഷൻ x-a is a multiple of n എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം പ്രൂവ് ചെയ്യാം. അതായത് the congruent class a modulo n equal to the congruent class b mod n if and only if a is congruent to b mod n എന്ന് കാണിക്കണം. ഓക്കെ, സോ രണ്ട് സൈഡ് നമ്മൾ if and only if ആണ്. സോ ആദ്യം ഒരു അസംഷൻ എടുക്കും, രണ്ടാമത്തെ പ്രൂവ് ചെയ്യും, രണ്ടാമത്തെ അസംഷൻ എടുത്ത് ആദ്യത്തെ പ്രൂവ് ചെയ്യും. ഓക്കെ, സപ്പോസ് ദാറ്റ് the congruent class a modulo n equal to congruent class b modulo n എടുത്തു. ഓക്കെ, എന്താ പ്രൂവ് ചെയ്യേണ്ടത്? a congruence to b mod n ആണ് പ്രൂവ് ചെയ്യണം. a congruence to b mod n ആണ് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? a minus b എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് n ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നൗ എന്താ അസംഷൻ? x എലമെന്റ് ഓഫ് a congruent n എടുത്തു. a congruent ക്ലാസ്സിലെ n ആണ് എടുത്തു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? x-നെ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ a വരുന്നതാണ് അതിന്റെ അർത്ഥം അല്ലെ. ദാറ്റ് ഈസ് x-a ഈക്വൽ ടു സം kn ഫോർ k എലമെന്റ് ഓഫ് z ആണ്. അത് ഇക്വേഷൻ 1 എടുത്തു. നൗ x ബിലോങ്സ് ടു ദി ഇക്വലന്റ് ക്ലാസ് ഏതാ? ദ കോൺഗ്രുവന്റ് ക്ലാസ് b മോഡുലോ n എടുക്കാം. കാരണം എന്തുകൊണ്ടാ? a കോൺഗ്രുവന്റ് n എല്ലാ ആൾക്കാരും b കോൺഗ്രുവന്റ് ക്ലാസ്സിൽ ഉണ്ടെന്നാണ് നമ്മുടെ ഇവിടെ എടുത്തിട്ടുള്ള അസംഷൻ എന്ന് പറയുന്നത് അല്ലെ. അതുകൊണ്ട് x കോൺഗ്രുവൻസ് ടു b മോഡ് n ആണ്. that is x minus b multiple of n ആണ്. അത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? a minus b is a multiple of n കിട്ടും. that is a congruence to b mod n. so one side കാണിച്ചു. other side എങ്ങനെ പ്രൂവ് ചെയ്യാം? conversely suppose that a congruence to b mod n. a congruence to b mod n ആയതുകൊണ്ട് അതിന്റെ അർത്ഥം എന്താ? a minus b equal to multiple of n. അത് ഇക്വേഷൻ 3 ആണ് വിചാരിച്ചു. ഇനി നമ്മൾ എന്താ പ്രൂവ് ചെയ്യണ്ടേ? the congruent class a modulo n equal to the congruent class b modulo n കാണിക്കണം. എന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ് ആണ് കാണിച്ചിട്ടാണ് ഇവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ x belongs to the congruent class a modulo n എടുത്തു. അതിന്റെ അർത്ഥം എന്താ? x congruence to a mod n ആണ് അർത്ഥം. അതായത് x ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ അർത്ഥം x-നെ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ആര് വരുന്നുണ്ട്? a വരുന്നുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, സോ x congruence to a mod n ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? x-a equal to multiple of n. അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ള 3ഉം 4ഉം കൂടി നമ്മൾ എന്ത് ചെയ്യണോ? ആഡ് ചെയ്യണം. അപ്പോൾ എന്തുണ്ടാവും? ഈ a എന്ത് ചെയ്തു? ക്യാൻസൽ ആയി പോകും അല്ലെ. ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടും? x-b equal to some c plus k into n വെച്ചാൽ x minus b congruent equal to some multiple of n അല്ലേ.
that is x congruent to B mod n, that is x belongs to B mod n, that is a congruent class എന്നിലുള്ള എല്ലാ ആൾക്കാരും congruent class B mod n ലും ഉണ്ട് അല്ലേ. സിമിലർലി നമുക്ക് ഇവിടെ നിന്ന് ബിയിലെ എലമെന്റ് എടുത്തിട്ട് എയിലുണ്ടെന്ന് കാണിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടി, congruent class A modulo n equal to B mod n if and only if A congruent to B mod n. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ച് എക്സാമ്പിളുകളാണ്. കോൺഗ്രുവന്റ് ക്ലാസിന്റെ റെപ്രസെന്റേഷൻ യുണീക്ക് അല്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നുണ്ടായിരുന്നത് അല്ലെ. നമുക്ക് ഇപ്പം മോഡുലോ n ഈക്വൽ ടു 3 ആണ് എടുക്കണമെങ്കിൽ 5 മോഡുലോ 3 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ എന്തായിരിക്കും വരിക, 2 ആയിരിക്കും വരിക അല്ലെ. ഇവിടെ 5 മോഡുലോ 3 എടുത്തു കഴിഞ്ഞാൽ റിമൈൻഡർ എന്താ വരുന്നുണ്ടാവുക, 5 മോഡുലോ 3 എടുത്താൽ റിമൈൻഡർ 2 ആണ് വരിക. സിമിലർലി 8 മോഡുലോ 3 എടുത്താൽ റിമൈൻഡർ തന്നെയാണ് വരിക, 2 തന്നെയാണ് വരിക. ദാറ്റ് ഈസ് രണ്ടും സെയിം ഇക്വാലന്റ് ക്ലാസ്സിൽ തന്നെയാണ് ഉള്ളത്. ഓക്കെ, Zn എന്താന്ന് നമ്മൾ പറഞ്ഞു. Zn ആരൊക്കെ ഉണ്ടാവുക, 0 റിമൈൻഡർ വരുന്ന ആൾക്കാർ, 1 റിമൈൻഡർ വരുന്ന ആൾക്കാർ, 2 റിമൈൻഡർ വരുന്ന എക്സെട്ര n-1 1 റിമൈൻഡർ വരുന്ന ആൾക്കാർ അല്ലെ. ഓക്കെ, പിന്നെ സീറോന്റെ ടേബിൾ അണ്ടർ അഡീഷൻ നമ്മൾ കണ്ടു, അതുപോലെ സെറ്റ് 2ന്റെ അഡീഷൻ ടേബിളും കണ്ടു, നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും കണ്ടു അല്ലെ. ഇനി നോക്കാം, ഇവിടെ നമ്മളൊരു കാര്യം പറയുകയാണ്. നമ്മൾ സെറ്റ് 12 എടുക്കണം. ഓക്കെ, സെറ്റ് 12ൽ ആരൊക്കെ ഉണ്ടാവും, അപ്പോൾ സെറ്റ് 12 എടുത്താൽ സെറ്റ് 12ൽ ഉണ്ടാവാൻ പോകുന്ന ആൾക്കാരെന്ന് പറയുന്നത് ആരൊക്കെയാ, 0 റിമൈൻഡർ വരുന്ന ആൾക്കാർ, 1 റിമൈൻഡർ വരുന്ന ആൾക്കാർ, 2 റിമൈൻഡർ വരുന്ന ആൾക്കാർ, 11 റിമൈൻഡർ വരുന്ന ആൾക്കാർ അല്ലെ. ഇതിനകത്തുനിന്ന് നമ്മൾ ഒരു ക്ലാസ് എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ 8 മോഡുലോ 12 എടുത്തു, 20 മോഡുലോ 12 രണ്ടും സെയിം ആണല്ലോ. കാരണം എന്താ, 8നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ തന്നെയാണ് 8 ആണ്. 20നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തുണ്ടാവും, നമുക്ക് 20നെ എങ്ങനെ എഴുതാൻ പറ്റും, 20 ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 20 ഈക്വൽ ടു 12 പ്ലസ് 8 എന്ന് എഴുതാൻ പറ്റും അല്ലെ. ദാറ്റ് ഈസ് റിമൈൻഡർ എന്താണ്, 8 ആണ് അല്ലെ. ഓക്കെ, സോ ഇത് രണ്ടും സെയിം ക്ലാസ് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം. ഇനി 10ഉം 34 എന്താ വരാൻ പോണേ, 10ന്റെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 തന്നെയാണ് അല്ലെ. 34നെ ആണെങ്കിലോ, 34നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 34 ഈക്വൽ ടു 24 പ്ലസ് 10 എഴുതാൻ പറ്റും അല്ലെ. ദാറ്റ് ഈസ് റിമൈൻഡർ എന്താണ്, അപ്പോൾ 10 ആണ് റിമൈൻഡർ വരാൻ പോകുന്ന അവിടെ അല്ലെ. ഓക്കെ, സോ 10 കോൺഗ്രുവന്റ് ക്ലാസ് മോഡുലോ 12 എന്ന് പറയുന്നതും 34 കോൺഗ്രുവന്റ് ക്ലാസ് മോഡുലോ 12 എന്ന് പറയുന്നത് തന്നെയാണ്, സെയിം തന്നെയാണ്. നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇത് രണ്ട് ആഡ് ചെയ്താലും എഫക്റ്റ് സെയിം തന്നെയാണ് എന്ന് വെച്ചാൽ നോക്കുക, 8 കോൺഗ്രുവൻസ് 12 മോഡുലോ എന്നും 10 കൂടി ആഡ് ചെയ്തു, അപ്പൊ എന്ത് കിട്ടി, ഉള്ളിലത്തെ ആൾക്കാരെ ആഡ് ചെയ്തു അല്ലെ. 8ഉം 10ഉം ആഡ് ചെയ്ത് 18 കിട്ടി. ആ കിട്ടിയ 18നെ നമ്മൾ എന്ത് ചെയ്യണം, മോഡുലോ 12 എടുക്കണം അല്ലെ. ദാറ്റ് ഈസ് 18നെ എഴുതുമ്പോൾ എന്ത് എഴുതാൻ പറ്റും, 18 ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 12 പ്ലസ് 6 എന്ന് എഴുതാം. ദാറ്റ് ഈസ് റിമൈൻഡർ ആരാണ്, 6 ആണ് അല്ലെ. ദാറ്റ് ഈസ് ദിസ് ഈസ് കോൺഗ്രുവന്റ് ക്ലാസ് 6 മോഡുലോ 12. ഇനി നമ്മൾ 8ന് പകരം എടുക്കുന്ന ആളാണോ ഒരു 20 എടുക്കാന്ന് പറഞ്ഞു, അതുപോലെ 10ന് പകരം എടുക്കുന്ന ആളെ 34 ആയിട്ട് എടുക്കാന്ന് പറഞ്ഞു അല്ലെ. സോ 20 കോൺഗ്രുവൻസ് മോഡുലോ 12 പ്ലസ് 34 കോൺഗ്രുവൻസ് മോഡുലോ 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20ഉം 34ഉം കൂടി ഉള്ളിൽ ആഡ് ചെയ്യുക, 54 വന്നു. ഈ 54നെ കോൺഗ്രുവൻസ് 54 എടുക്കുക, അപ്പൊ 54 എടുക്കുമ്പോൾ എന്താവും, ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 48 പ്ലസ് 6 അല്ലെ. ദാറ്റ് ഈസ് 12ന്റെ മൾട്ടിപ്പിളിനെ മാറ്റി നിർത്തുക, അതാണ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് അതും തന്നെയാണ് 612 തന്നെയാണ്. അപ്പൊ ഇവിടെ നിന്ന് കിട്ടുന്ന കാര്യം എന്താണെന്ന് നോക്കുക. അതായത് ഈ എടുക്കുന്ന ക്ലാസിന്റെ റെപ്രസെന്റേറ്റീവ് മാറുന്നതിന്, അതായത് ഈ 8 റിമൈൻഡറായി വരുന്ന ക്ലാസ്സിനെ 8 വെച്ചും റെപ്രസെന്റ് ചെയ്യാം, 20 വെച്ചും റെപ്രസെന്റ് ചെയ്യാം അല്ലെ. ഈ ക്ലാസിന്റെ റെപ്രസെന്റേഷൻ മാറിയത് കൊണ്ട് സമ്മിന് മാറ്റം വരുന്നില്ല. ഓക്കെ,
proposition, let n be a positive integer and a and b are in integers, then the addition and multiplication of congruent classes given below are well defined. എന്നുവെച്ചാൽ a n plus b എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്മേഷൻ എങ്ങനെ എടുക്കുക, ഉള്ളിലുള്ള എയും ബിയും കൂടി ആഡ് ചെയ്തിട്ട് n കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എടുക്കുക. ഓക്കെ. സിമിലർലി എ എൻ ഇൻറ്റു ബി എൻ എന്താ ചെയ്യാൻ പോകുന്നത്, എയും ബിയും കൂടി ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്തെടുക്കുക, റിമൈൻഡർ n എടുക്കുക. ഓക്കെ. ഇനി നമ്മൾ പറയുകയാണ് അവരുടെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയുകയാണ്. ഓക്കെ. ലെറ്റ് congruent class an, congruent class bn, congruent class cn in Zn. The following laws hold. എന്തൊക്കെയാ, congruent class an plus congruent class bn plus congruent class cn equal to congruent class an plus congruent class bn plus congruent class cn. എന്നുവെച്ചാൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ കമ്മ്യൂട്ടേറ്റീവ് ആണ്. എന്നുവെച്ചാൽ congruent class an plus congruent class bn ഈ പറയുന്നതും congruent class bn plus congruent class an എന്ന് പറയുന്ന എഫക്റ്റീവിൽ തന്നെയാണ്, സെയിം ആണ്. സിമിലർലി മൾട്ടിപ്ലിക്കേഷൻ. പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞു, ഐഡന്റിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഐഡന്റിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേന്ന് നോക്കുക. അതായത് സീറോ ക്ലാസിന്റെ പ്രത്യേകത നോക്കുക. നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഈ രീതിയിൽ ആഡ് ചെയ്താലും 0n പ്ലസ് n ആഡ് ചെയ്താലും തന്നെ കിട്ടും കോൺഗ്രുവന്റ് ക്ലാസ് an എന്ന് കിട്ടും അല്ലെ. ഇനി ഇവിടെ 1ന് അതുപോലെ തന്നെ പ്രത്യേകത, ഈ ഒരു മൾട്ടിപ്ലൈ ചെയ്താലും തിരിച്ച് 1 ഇൻറ്റു an മൾട്ടിപ്ലൈ ചെയ്താലും തന്നെ കിട്ടും a തന്നെ കിട്ടും അല്ലെ. ഇനി ഇതാരാന്ന് നോക്കുക, ഇതെന്താ സംഭവം, അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് വെച്ചാൽ എന്താ, ആ കോൺഗ്രുവന്റ് ക്ലാസ് എന്നെ ഏത് എലമെന്റ് കൊണ്ട് ആഡ് ചെയ്താലാണോ 0 റിമൈൻഡർ ആയി വരിക അതിനെ വിളിക്കുന്ന പേരാണ് ഇൻവേഴ്സ്. എന്ന് വെച്ചാൽ കോൺഗ്രുവന്റ് ക്ലാസ് an ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ Z2 എടുത്തു വിചാരിക്കുക. ഓക്കെ. Z2വിനകത്ത് ആയിരിക്കല്ലേ 0ന്റെ കോൺഗ്രുവന്റ് ക്ലാസ് ഉണ്ട്, 1ന്റെ കോൺഗ്രുവന്റ് ക്ലാസ് ഉണ്ട് അല്ലെ. ഇതില് വണ്ണിന്റെ കോൺഗ്രുവന്റ് ക്ലാസ് 2 തവണ ആഡ് ചെയ്താൽ എന്താ വരിക എന്ന് നോക്കാം. എന്താ വരിക, നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുക, ഉള്ളിലുള്ള ആൾക്കാരെ ആഡ് ചെയ്യുക അല്ലെ. ദാറ്റ് ഈസ് കോൺഗ്രുവന്റ് ക്ലാസ് 2 റിമൈൻഡർ 2 ആയി വരുന്ന രീതിയിൽ 2. പക്ഷെ 2 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 2 ആണ്. ദിസ് എക്സാക്ട്ലി എന്താണ്, 0 ആണ് അല്ലേ. ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും, ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്, അഡിറ്റീവ് ഇൻവേഴ്സിന്റെ എന്ന് പറയുന്നത് റിമൈൻഡർ 1 വരുന്ന ഈ കോൺഗ്രുവന്റ് ക്ലാസ് 1ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ആരെന്നെയാണ്, അയാൾ തന്നെയാണ്. ഓക്കെ. definition. എന്തായി ഡെഫിനിഷൻ എന്ന് പറയാൻ പോലെ നോക്കാം. ഇഫ് congruent class an belongs to Zn and congruent class an into Bn equal to 0n for some non-zero congruent class Bn, and then an is called divisor of 0. ഓക്കെ. എന്താണ് പറയണത്, ഇവിടെ എടുക്കുന്നത്, ഇവിടെത്തെ പ്രത്യേകത നോക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു Z3 എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഈ Z3യില് ഇപ്പൊ നമ്മുടെ Z3 എടുത്തിട്ടുണ്ട് അല്ലെ. ഇതിൽ ഇവിടെ ഒന്ന് എടുക്കാം. Z3യില് ആരൊക്കെയുള്ളത്, Z4 എടുക്കുന്നതിന് Z4ല് 0 4 1 4 2 4 3 4. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിമൈൻഡർ 2 വരുന്ന കോൺഗ്രുവന്റ് ക്ലാസ് ഇൻറ്റു റിമൈൻഡർ 2 വരുന്ന കോൺഗ്രുവന്റ് ക്ലാസ് കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക,
ഈ 2 മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. അപ്പൊ റിമൈൻഡർ 4 വരുന്ന കോൺഗ്രുവന്റ് ക്ലാസ് മോഡിലോ 4 എടുക്കും എന്ന് വെച്ചാൽ എഫക്റ്റ് ആരാ, ദിസ് ഈസ് 0 ആണ് അല്ലെ. കാരണം 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആണ് വരിക. ദാറ്റ് മീൻസ് ഇയാളും 0 അല്ല, ഇയാളും 0 അല്ല, പക്ഷെ അവരുടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്, 0 കിട്ടുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കുക, ഡിവൈസസ് ഓഫ് 0. Okay, that is an into bn equal to 0 n, bn not equal to 0 and an not equal to 0. Okay. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്, അതായത് a congruence n belongs to Zn and congruence an into bn equal to 1 ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, അതായത് ഇങ്ങനെ an into bn മൾട്ടിപ്ലൈ ചെയ്താൽ 1 റിമൈൻഡർ വരികയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, ഈ a കോൺഗ്രുവന്റ് ക്ലാസ് n ന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് b കോൺഗ്രുവന്റ് ക്ലാസ് n ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇവിടെ നേരത്തെ തൊട്ട് മുമ്പെടുത്തതിൽ 3 കോൺഗ്രുവന്റ് ക്ലാസ് 4 into 3 കോൺഗ്രുവന്റ് ക്ലാസ് 4 എടുത്താൽ എന്താ വരിക, ഗുണിച്ചാൽ വരിക 9 ഉള്ളിൽ വരും കോൺഗ്രുവന്റ് ക്ലാസ് 4 അല്ലെ. എന്ന് വെച്ചാൽ 9ന്റെ 4 എന്ന് വരുമ്പോൾ തന്നെ 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള റിമൈൻഡർ ആരാ, അപ്പൊ 9 കോൺഗ്രുവന്റ് ക്ലാസ് 4 എന്ന് പറയുന്നതും 1 കോൺഗ്രുവന്റ് ക്ലാസ് 4 എന്ന എഫക്ട് സെയിം ആണ് അല്ലെ. ദാറ്റ് മീൻസ് ഇയാളുടെ ഇൻവേഴ്സ് ആര് തന്നെയാണ്, അയാൾ തന്നെയാണ്. ഓക്കെ, Z3യുടെ ടേബിൾ നോക്കുക. Z3യുടെ ടേബിൾ എന്തൊക്കെയാണ്, 0 റിമൈൻഡർ ആയി വരുന്ന ആൾക്കാർ, 1 റിമൈൻഡർ വരുന്ന ആൾക്കാർ, 2 റിമൈൻഡർ വരുന്ന ആൾക്കാർ, 0 റിമൈൻഡർ, 1 റിമൈൻഡർ, 2 റിമൈൻഡർ, രണ്ടും കൂടി ആഡ് ചെയ്യുന്നു. 0 ആഡ് ചെയ്താൽ 0യും 1ഉം കൂടി ആഡ് ചെയ്താൽ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്യണത്. ഓക്കെ, അഡീഷൻ അല്ല, സോറി. 0 into 1 0, 0 into 2 0, 0 into 0 0, 0 into 2 0, 1 into 1 1, 1 into 2 2, 2 into 1 2, 2 into 2 1. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു കാര്യമാണത് അല്ലെ. Z3യിൽ വരുന്ന സത്യത്തിലെ 2വിനെയും 2വിന്റെയും മൾട്ടിപ്ലൈ ചെയ്താൽ 1 വരുന്നുണ്ട് എന്ന് വെച്ചാൽ 2വിന്റെ ഇൻവേഴ്സ് ആര് തന്നെയാണ്, 2 തന്നെയാണ് ഇവിടെ Z3യില്. ഓക്കെ, ഇനി Z5 എടുത്ത് നോക്കാം. Z5ൽ ആരൊക്കെയുള്ളത്, 0 റിമൈൻഡർ, 1 റിമൈൻഡർ, 2 റിമൈൻഡർ, 3 റിമൈൻഡർ, 4 റിമൈൻഡർ. രണ്ട് സൈഡിൽ ഇങ്ങനെ എഴുതുന്നു. മൾട്ടിപ്ലൈ എന്താ ചെയ്യുക, ഈ രണ്ടാൾക്കാരും മൾട്ടിപ്ലൈ ചെയ്ത ആളെ ഇവിടെ എഴുതും. 0 into 0 0. അപ്പോൾ ഫസ്റ്റ് ഇവിടുത്തെ റോയും ഇവിടുത്തെ കോളവും ഒക്കെ 0 ആയി പോയി. ക്ലിയർ അല്ലേ. 1 into 1 1, 1 into 2 2, 1 into 3 3, 1 into 4 4. ഓക്കെ, 2 into 0 0, 2 into 1 2, 2 into 2 4, 2 into 3 6 ആണ് വരിക. അപ്പോൾ 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്രയാണ്, 1 ആണ്. അതായത് 6 കോൺഗ്രുവന്റ് ക്ലാസ് മോഡ് എന്ന് പറയുന്നതും 1 കോൺഗ്രുവന്റ് ക്ലാസ് മോഡ് എന്ന് പറയുന്ന എഫക്റ്റീവ്ലി എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ് അല്ലെ. 2 into 4 എന്താ വരിക, 8 ആണ് വരിക. പക്ഷെ 8 കോൺഗ്രുവന്റ് ക്ലാസ് മോഡ് 5 എന്ന് പറയുന്നതും 3 കോൺഗ്രുവന്റ് ക്ലാസ് മോഡ് 5 എന്ന് പറയുന്ന എഫക്ട് തന്നെയാണ്, സെയിം ആണ്. ഓക്കെ, സോ സിമിലർലി അതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് 5 മോഡിലും എടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുക, 1 എവിടെയൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കുക അല്ലെ. 3 into 2 കോൺഗ്രുവന്റ് ക്ലാസ് 5 എടുത്താൽ 1 ആണ് അല്ലെ. ദാറ്റ് മീൻസ് 3യുടെ ഇൻവേഴ്സ് ആണ്. ഇവിടുന്ന് പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ കിട്ടിയ കാര്യം ശ്രദ്ധിക്കുക. 3യുടെ mod 5 into 2 mod 5 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, 1 കിട്ടിയിട്ടുണ്ട് അല്ലെ. ദാറ്റ് മീൻസ് 3 ഇയാളുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 3 5ന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇയാളാണ്. തിരിച്ചും 2 5ന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, സിമിലർലി ഇതുപോലെ 4ന്റെയും പറയാം. ഇവിടെ 4 into 4 ചെയ്താൽ 1 വരുന്നുണ്ട്. നോക്കുക, അപ്പൊ നമ്മൾ ഈ ടേബിൾ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ 1 എവിടെയാ വരണേന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആരാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ,
ഇനി നമുക്കൊരു കാര്യം പോയിന്റ് നോട്ട് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആരൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത് ഇൻവേഴ്സ് വരുന്ന ആൾക്കാരനെ യൂണിറ്റ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇതിവിടെ പറയുന്നുണ്ട്, നോക്കാം. ഈ ആൾക്കാരനെ ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള ആൾക്കാരനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് യൂണിറ്റ്സ്. ഓക്കെ, ദോസ് എലമെന്റ്സ് ഓഫ് എ മോഡുലോ n is invertible element of Zn or a unit of Zn. ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? യൂണിറ്റ് എന്ന് വിളിക്കും. ഓക്കെ, സോ Z3-ല് 1 യൂണിറ്റ് ആണ്, 2 യൂണിറ്റ് ആണ്. Z5-ല് എടുത്താൽ 1 യൂണിറ്റ് ആണ്, 2 യൂണിറ്റ് ആണ്, 3 യൂണിറ്റ് ആണ്, 4 യൂണിറ്റ് ആണ്. ഓക്കെ, സോ നമുക്കൊരു Zn ജനറലി എടുത്താൽ അതിലെ യൂണിറ്റ്സ് ആരാ, അങ്ങനെയല്ല എന്നൊക്കെ പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ നമ്മളിവിടെ കണ്ട കാര്യം നോക്കുക. യൂണിറ്റ്സ് ഓഫ് Z3 ആരൊക്കെയുള്ള 1 2. ഓക്കെ, യൂണിറ്റ്സ് ഓഫ് Z5 ആരൊക്കെയുള്ള 1 2 3 4. ഓക്കെ, ഇതിലൊരു പ്രത്യേകത, ഈ യൂണിറ്റ്സ് വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇഫ് A is relatively prime to B, എന്താ അർത്ഥം? GCD of A, B equal to 1 ആണ് ഇതിനെ വായിക്കുക, അല്ലെ? And they are relatively prime എന്ത് സംഭവിക്കും? എയുടെയും ബിയുടെയും, എയുടെ ഇൻവേഴ്സ് ആയിരിക്കും ബി, അതുപോലെ ബിയുടെ ഇൻവേഴ്സ് ആയിരിക്കും എ വരുന്നുണ്ടാവില്ല. അതായത് എയുടെ ഇൻവേഴ്സ് ബി ആണെന്നുള്ള അർത്ഥം GCD of A, B 1 ആണെങ്കിൽ അയാൾക്ക് ഇൻവേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ സെറ്റ് 6ന്റെ കേസിൽ നോക്കിയാൽ അറിയാം, ഇവിടെ യൂണിറ്റ്സ് ആയിട്ട് വരാൻ പോകുന്നത് ആരൊക്കെയാ? സെറ്റ് യൂണിറ്റ്സ് ആയി വരാൻ പോകുന്നത് നമ്മൾ കണ്ടു, ആരൊക്കെയാ? 1. കാരണം എന്താ? GCD of 1, 6 എന്താണ്? 1 ആണ്. നമ്മുടെ സെറ്റ് 6 ആയതുകൊണ്ട് ആരുമായിട്ടാ GCD നോക്കണേ? 6 ആയിട്ടുള്ള GCD ആണ് കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ GCD of 6, 5 എന്താണ്? 1 ആണ്. അതുകൊണ്ടാണ് ആ യൂണിറ്റ്സ് ആയത്. എന്താ? റിമൈൻഡർ 1 വരുന്ന ആളും റിമൈൻഡർ 5 വരുന്ന ആളും എന്തായത്? യൂണിറ്റ്സ് ആയത്. ഓക്കെ, ഇനി നൊട്ടേഷൻ കൊടുക്കുമ്പോൾ എല്ലാ സമയത്തും എങ്ങനെ എഴുതണം നിർബന്ധമില്ല. നമ്മൾ n ഈക്വൽ ടു ഒരാളെ n ഈക്വൽ ടു 5 ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ 0 5 എന്ന് എഴുതണം നിർബന്ധമില്ല. 0 എന്ന് എഴുതിയാൽ മതി. എന്ത് മനസ്സിലാക്കണം? നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 വരുന്ന ആളെയാണ് എഴുതിക്കണെന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, n മാറുന്നതിനനുസരിച്ച് ഡിവൈഡ് ചെയ്യുന്ന നമ്പർ നമ്മൾ മാറ്റുകയും വേണം. ഓക്കെ, ഇനി 0 ഡിവൈസസ് ആരൊക്കെ കണ്ടേ? 0 ഡിവൈസസ് എന്തായിരുന്നു? അവര് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 വരണം. അല്ലെ, ഇവിടെ നോക്കുക, 2 into 3 ചെയ്താൽ എന്ത് വരും? 6 വരും. 6നെ റിമൈൻഡർ 2 3 ചെയ്താൽ എന്താ കിട്ടുക? ഈക്വലന്റ് ക്ലാസ് 6 ആ കിട്ടുക. 6 എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ്ലി ആരാ? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് 0 ആണ്, അല്ലെ? അതുപോലെ 3 4 ചെയ്താൽ എന്താ വരിക? 12 ആ വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 തന്നെയാണ്. ഓക്കെ, സോ ഇവരെന്തായി മാറും? ഈ ക്ലാസ് എന്ന് പറയുന്നത് അപ്പൊ ഇവരെന്തായി മാറും? 0 ഡിവൈസസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഡിവൈസസ് നോക്കിയാൽ അറിയാം, GCD of 6, 2 ഈക്വൽ ടു 2 ആണ്. GCD of 3, 6 3 ആണ്. GCD of 6, 4 2 ആണ്. അതായത് GCD 1 വരാത്ത ആൾക്കാരാണ് എന്തായി മാറിയിട്ടുള്ളത്? 0 ഡിവൈസസ് ആയി മാറിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ അതാണ് അടുത്ത തിയറത്തിൽ അവർ പറയാൻ പോകുന്നത്. 1.4.5 let n be a positive integer. The congruent class A mod n has a multiplicative inverse in Zn if and only if GCD of A, n equal to 1. A non-zero element of Zn either has a multiplicative inverse or is a divisor of 0. Okay, തിയറത്തിന്റെ പ്രൂഫ് നമുക്ക്
അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ.